കലോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സാധ്യമായതെല്ലാം ചെയ്തു. പഴുതടച്ച പോലീസ് സുരക്ഷയ്ക്കാണ് ഒരുക്കിയിരിക്കുന്നത്. ന്യായമായ വിമർശനം ഉൾക്കൊള്ളും. ആരോപണങ്ങൾക്ക് ചെവി കൊടുക്കില്ലെന്നും മന്ത്രി. 19 കമ്മിറ്റികൾ 25 വേദികളിൽ മത്സരം ആരംഭിക്കുന്നതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണപ്പുര അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാലുകാച്ച് കർമ്മം നടക്കുകയാണ്. ആദ്യ ബാച്ചിനെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. ഞാനിന്ന് അക്കോമഡേഷൻ സെന്റർ സന്ദർശിച്ചു, ഭക്ഷണശാല സന്ദർശിച്ചു, പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് മാനേജേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രഭാഷണം നടത്തി. എല്ലാ കമ്മിറ്റികളുമായും എല്ലാ വേദികളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. മനുഷ്യസാധ്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂൾ കലോത്സവത്തിന്റെ പാചകപ്പുരയും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെയാണ് സ്വാദിഷ്ടമായ ഭക്ഷണം കുട്ടികൾക്കായി തയ്യാറാക്കുന്നത്. ചക്കപ്പായസവും നവധാന്യ ദോശയും ഒക്കെയാണ് ഇത്തവണത്തെ സ്പെഷ്യൽ. ഒന്ന് കണ്ടുവരാം. അങ്ങനെ പാചകപ്പുരയുടെ പാലുകാച്ചിലോടുകൂടി തന്നെ കലോത്സവത്തിന്റെ ഒരു ഉണർവ് എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയടത്തിന്റെ പാചകപ്പുരയിലാണ്. ഇവിടെ അല്പസമയം മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി കെ രാജനും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി പാലുകാച്ചൽ നടത്തിയത്. ഇവിടെ നമ്മുടെ ചേട്ടന്മാരൊക്കെ തിരക്കിലാണ്. ഇത് നാരങ്ങ അച്ചാർ അല്ലേ? ഇപ്പോഴേ തുടങ്ങി പണികളല്ലേ? എന്താ ഇത്തവണ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? സ്പെഷ്യൽ ഉണ്ടോ? ചക്കപ്പായസം ഉണ്ടല്ലോ, പിന്നെ എല്ലാ ദിവസവും ഉള്ള കറികൾ തന്നെ. നമ്മുടെ കൂട്ടുകറി, അതിൽ ഓരോ ദിവസം ഓരോ അച്ചാറ്, നെല്ലിക്ക, നാരങ്ങ, മാങ്ങ, അങ്ങനെ ഓരോ അച്ചാറുകളും ഉണ്ട്. ഇത് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് തന്നെ വലിയൊരു സന്തോഷം തന്നെയാണല്ലേ? ഒരു ആഘോഷമാണ് നിങ്ങൾക്ക്. പിന്നെ അല്ലാതെ ഞങ്ങളുടെ ഉത്സവം തന്നെയാണ്. തൃശ്ശൂർക്കാർ തന്നെയാണോ എല്ലാരും? അല്ലല്ല, ഞങ്ങള് കോട്ടയംകാരാണ്. കോട്ടയമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. എല്ലാ വർഷവും ഞങ്ങൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. ഓ, പഴയടത്തിന്റെ ഒപ്പം തന്നെയാണല്ലേ? ഇത്തവണ കഴിഞ്ഞ തവണ തിരുവനന്തപുരം, ഇത്തവണ തൃശ്ശൂർ അല്ലെ? അപ്പൊ ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ? ഇല്ല, പുള്ളിയുടെ ടേസ്റ്റ് ഒരേ ടേസ്റ്റ് തന്നെയാണ്. അത് ഏത് ജില്ലയിൽ പോയാലും മാറില്ല. അതാണല്ലോ പുള്ളിക്ക് അത്ര ഇതായത്. അങ്ങനെ നാരങ്ങ അച്ചാറ് തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ്. ഇവിടെയും നാരങ്ങ, ഒരുപാട് നാരങ്ങയുണ്ട്. ഇത്ര ദിവസം കുട്ടികൾക്കും ഇവിടെ വരുന്നവർക്കും എല്ലാവർക്കും കൂടി ഇതൊക്കെ കൊടുക്കണ്ടേ? അപ്പോൾ നല്ല തിരക്കിലാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ പഴയടം കൂടി ചേരുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഒരു കലോത്സവത്തിൽ എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷം തന്നെയാണ് അല്ലേ? നന്നായി പോകണം. ഇതുവരെ പിന്നെ പാലുകാച്ചാർ കൂടി നമ്മൾ തുടങ്ങി. ഇത്തവണ ചക്കപ്പായസം ഒരു പ്രത്യേകതയാണ്. നാളെ ചക്കപ്പായസം കൊടുക്കുന്നു, നാളെ നവധാന്യ ദോശ കൊടുക്കുന്നു. ദോശയോടൊപ്പം മറ്റു ദോശയോടൊപ്പം തന്നെ ഓരോ നവധാന്യ ദോശയും കൂടി കൊടുക്കുന്നു. അതിൻ്റെ ഒരു കൊങ്ങിണിമാരുടെ വിഭവമാണ്. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് എറണാകുളത്ത് വന്ന ആൾക്കാരാണ് അവരെ കൂടി ചോദിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽസ് വെച്ച് മനസ്സിലായി. എങ്ങനെയാണ് ഈ നവധാന്യ ദോശയിലേക്ക് അദ്ദേഹം ചോദിച്ചത്? അതിനു മുന്നേ ഒരു കാര്യം കൂടി, തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ടേസ്റ്റിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം? ഇല്ല, നമുക്കൊരു യൂണിഫോം ടേസ്റ്റ് ആയിരിക്കുമല്ലോ. കേരളത്തിൽ എവിടെ ആയാലും അതാണ് പ്രത്യേകതയും. അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ആഘോഷത്തിന്റെ ദിവസം കൂടിയാണ്. ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോ ഇത്തവണത്തെ പ്രത്യേകത നവധാന്യ ദോശയാണ്. നമ്മുടെ ഇപ്പൊ സംസാരിച്ചത് പഴയടമാണ്. ചോദിക്കാം, ഈ നവധാന്യ ദോശ ഇത്തവണ കലോത്സവത്തിന് കുട്ടികൾക്ക് നൽകുകയാണ്. അതെന്താണ് അങ്ങനെ ഒരു ഐഡിയയിലേക്ക് വന്നത്? അതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു ഫുഡ് ഫെസ്റ്റിവൽ വേണം നടത്തിയിട്ടുണ്ടായി. ഈ എറണാകുളത്തായിരുന്നു സംഭവം. അതിൽ പഴയടം നമ്പൂതിരി പങ്കെടുക്കാൻ ഇടയായി. അവിടെ വെച്ച് നമ്മളൊരു ദോശ കൊടുത്തത് ഇഷ്ടപ്പെട്ടു. പുള്ളി ഇൻവൈറ്റ് ചെയ്തു, വന്ന് ചെയ്യാൻ നമ്മ 2 കൈ വെച്ച് സ്വീകരിക്കുകയായിരുന്നു. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ സന്തോഷം. അതെ, അത് മാത്രമല്ല, ഇത്രയും വലിയ പരിപാടി നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണത്. ഇത് നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ ചെയ്യണതാണിത്. അങ്ങനെ ഒരു പ്രത്യേകം കൂടെ ഉണ്ട്. നമ്മൾ വേറെ സ്റ്റാഫൊന്നും ഇല്ല, ഒരു ടാസ്ക് ആയിട്ട് എടുത്തേക്കണേണത്. നവധാന്യ ദോശയിൽ എന്തൊക്കെയാണ്? 9 കൂട്ടം ധാന്യങ്ങളുണ്ടാവും. പിന്നെ അത് കൂടാതെ അതിൽ മല്ലി, കായപ്പൊടി, കുരുമുളക്, ഉണക്കമുളക്, അങ്ങനെ എല്ലാം കൂടി ഒരു മിശ്രിതമാണത്. എരിവ്, പുളി എല്ലാം ഉണ്ടാവും. ഒരു ബോഡിക്ക് നല്ലൊരു ഗുണം ചെയ്യപ്പെടുന്ന ദോശയാണത്. എല്ലാ ദിവസവും ഉണ്ടാവും? അതോ നാളെ? നമുക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പറഞ്ഞേക്കണത്.
അങ്ങനെ ഇത്രയും വലിയ ആളുകൾക്ക് കൊടുക്കുന്നത് ആദ്യമായിട്ട്? അതെ ആദ്യമായിട്ടാണ്. പക്ഷേ ഒരു സന്തോഷം, ഭയങ്കരമായിട്ട് ഒരു ആദ്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു ഭയങ്കര ഒരു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. നല്ല ഒരു എന്താണ് ഇത്രയും ആളുകളുടെ ഇടയ്ക്കിൽ ഞങ്ങളുടെ ഒരു നവധാന്യ ദോശ ഞങ്ങൾക്ക് തന്നെ ആ സാറിന് ഭയങ്കര നന്ദി പറയുന്നു. ഹെൽത്തി ഫുഡ്, അതുകൊണ്ട് ആ സാറിന് അത് ഇഷ്ടപ്പെട്ടതാണ് ഞങ്ങളോടത്ത് പറഞ്ഞത് ഉണ്ടാക്കാം. ഇങ്ങനെ കലോത്സവം വന്നിട്ടുണ്ട്, നിങ്ങൾ വരുന്നു ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എസ് എന്ന് പറഞ്ഞു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഞങ്ങൾ വരും ഇങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ഇതിന് നല്ല ഒരു എന്താ പറയുക നല്ല സന്തോഷമാണ്. പിള്ളേർക്ക് ഞങ്ങളുടെ ഒരു ദോശ കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയതിന് നന്ദി. എന്തായാലും ഇത് കഴിച്ചിട്ട് കൂടുതൽ ആളുകൾ ഇത് തേടി വരട്ടെ. എറണാകുളത്തല്ലേ? അതെ, എറണാകുളം തമ്മനത്ത്. അപ്പൊ വീണ്ടും ആളുകൾ വരട്ടെ ഈ നവധാന്യ ദോശ തേടി. അതെ ഓക്കെ, താങ്ക് യു. അങ്ങനെ നവധാന്യ ദോശയും ചക്കപ്പഴവുമാണ് ഇത്തവണത്തെ കലോത്സവത്തിലെ പ്രത്യേകത. ദേ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചേമ്പ്, ചേന, പൈനാപ്പിള്, മത്തങ്ങ, തേങ്ങ, കറിവേപ്പില എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചേച്ചിമാര് മുളക് ഇറുക്കുന്ന തിരക്കിലാണ്. ഹായ്, ഇപ്പോഴാണ് നിങ്ങൾ എല്ലാരും ചോറ് കഴിച്ചതെന്ന് ഞാൻ കണ്ടു. ചേച്ചി എത്ര വർഷമായി ഇപ്പോ? 7 വർഷത്തോളായി. ഇത് വലിയ സന്തോഷം കൂടി തന്നെയല്ലേ? അതെ ഇത്രയും കുട്ടികൾക്കും വരുന്ന അതിഥികൾക്കും ഒക്കെ അതെ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നത് സന്തോഷം തന്നെ. നിങ്ങക്ക് വലിയ ആഘോഷം തന്നെയാണല്ലേ ഇത്? ആണ്. ചേച്ചിമാരൊക്കെ കുറച്ചൊരു നാണത്തിൽ കൂടിയാണ് സംസാരിക്കാൻ. എന്തായാലും അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും ഒരു വലിയ ആഘോഷത്തോടു കൂടി ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു കലോത്സവവും. ഈ കുട്ടികളോടൊപ്പം തന്നെ അത് ആഘോഷിക്കുന്ന നിരവധി പേരുണ്ട്. അക്കൂട്ടത്തിലുള്ളവരാണ് ഈ കലവറയിൽ ഈ പാചകം ചെയ്യുന്നവർ. ഇവർ നൽകുന്ന ആഹാരം കഴിച്ചുകൊണ്ട്, സ്വാദിഷ്ടമായ ആഹാരം കഴിച്ചുകൊണ്ട് തന്നെയായിരിക്കും കുട്ടികളും ഇവിടെ എത്തുന്ന അതിഥികളും ഒക്കെ ഓരോ കലാപരിപാടികളിൽ പങ്കെടുക്കുന്നതും അത് കാണാനായിട്ടൊക്കെ എത്തുന്നതും. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 തൃശ്ശൂർ. ദീർഘകാലത്തെ CPM ബന്ധം അവസാനിപ്പിച്ച് CPM മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിൽ. മുന്നോട്ടു പോകാൻ പറ്റാതെ വന്നതോടെയാണ് CPM വിട്ടതെന്ന് ഐഷ പോറ്റി പ്രതികരിച്ചു. പാർട്ടി അവഗണിച്ചു, ആരെയും കുറ്റപ്പെടുത്താനില്ല. കോൺഗ്രസിന്റെ രാപ്പകൽ സമരപ്പന്തലെത്തിയ KPCC അധ്യക്ഷനിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. വർഗവഞ്ചക എന്ന വിളി പ്രതീക്ഷിക്കുന്നുവെന്നും എക്കാലവും താൻ മനുഷ്യപക്ഷത്താണെന്നും ഐഷ പോറ്റി. ഇങ്ങനെയാണോ ഐഷ പോറ്റി എന്ന് ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഇത്രയാക്കിയത് ഈ നാടാണ്, നാട്ടിലെ പ്രവർത്തനമാണ്, എൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തനമാണ് എന്നെ ഇത്രത്തോളം ആക്കിയത്. മനുഷ്യന് ക്ഷമയ്ക്ക് നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദ്യം വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇന്നല്ലാതെ ഇനി എന്നോടൊന്നും ചോദിക്കില്ല. ഞാൻ എല്ലാവരോടുമായിട്ട് പറയാം. കഴിഞ്ഞ ജൂലൈ മാസം 18-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും വന്നു. എന്താണ് ഉമ്മ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.